കൂടി ആ ഹനുമാനെ തലയിലകനേറ്റ് നടന്ന് 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 രാവണന്റെ പുരോഭാഗത്തേക്ക് രാഘവന്മാരൊക്കെ തന്നെ നോക്കിയിട്ടാലോ ആ ഗജുണ്ണിത്തമ്പുരാൻ വാനരത്തിനെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു ബന്ധിച്ചു. രാക്ഷസന്മാരൊക്കെ കൂടി അവനെ വലിച്ചു മുറുക്കി കെട്ടി രാവണസ്വാമിയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. എല്ലാവരും കാണാൻ കേട്ടിച്ച ആളുകളൊക്കെ ഇവനാണോ ഈ പരാക്രമമൊക്കെ ചെയ്തത്? അതെ 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 അവൻ തന്നെയാ, നോക്കുക നോക്കുക പറഞ്ഞ് എല്ലാവരും നോക്കി നിൽക്കുന്ന സമയത്ത് ഏകദേശം രാവണന്റെ മുമ്പിലേക്ക് ആ വാനരത്തിനെ അങ്ങനെ കൊണ്ടുപോകാറായി. ഹനുമാൻ അവിടെ അങ്ങനെ നോക്കുന്നത് രാജധാനി രാവണന്റെ അടുത്ത് എത്താറായി മനസ്സിലായപ്പോ രാവണനും ഇങ്ങനൊരു വാനരുണ്ടെങ്കിൽ തനിക്കറിഞ്ഞൊന്ന് കാണണമല്ലോ, എവിടെ ആളുകളൊക്കെ വരുന്നുണ്ട്, എനിക്ക് വരുന്നുണ്ട്. ആ രാവണൻ ഹനുമാനെ അങ്ങനെ നോക്കി 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 കാണാൻ വേണ്ടി നോക്കുക. ഉദാഹരണത്തിന് ഹനുമാനും രാവണനെ കാണാൻ വേണ്ടി നോക്കുന്നു. ഏകദേശം അടുത്തവിടെ എത്താറായപ്പോ ആ രാവണൻ ഹനുമാനെ എങ്ങനെയാ രാവണൻ ഹനുമാനെ കണ്ടത്? കണ്ടപ്പോ എന്താ ഉണ്ടായത്? സ്വയം ഗോപി പ്ലവംഗമമവേക്ഷ്യമീരപുത്രം ചിത്രീയവാനഹൃദയ വിശിദാശനേന്ദ്ര ഐലാസശൈലതുലനാഗതിശമരായി നന്ദീശ്വര യമുപാഗതൈത്യം രാക്ഷസചക്രവർത്തിയായിരിക്കുന്ന രാവണൻ ഗോപി പ്ലവംഗമം അപേക്ഷ്യ അദ്ദേഹവും സമീരപുത്രനായിരിക്കുന്ന ആ പ്ലവംഗമത്തെ വാനരത്തെ വേണ്ട പോലെ എടുക്കണം. രാവണനും വാനരത്തിനെ കണ്ടു എന്നാണ്. രാവണനും വാനരത്തിനെ കണ്ടു എന്ന് പറഞ്ഞാൽ രാവണൻ കണ്ടു എന്ന് പറഞ്ഞാൽ പോലെ എന്താ രാവണനും കണ്ടു എന്ന് പറയാനുള്ള കാരണം എന്താണെങ്കിൽ ആദ്യം കണ്ടത് രാവണനല്ല. രാവണൻ ഹനുമാനെ കാണണം നിരീച്ച് നോക്കി നോക്കിയിരിക്കുന്ന സമയത്ത് ഏകദേശം ആ രാവണ പുരോഭാഗത്തെത്തിയെന്ന് മനസ്സിലായപ്പോ ഒന്നങ്ങനെ ദൃഷ്ടി കൊണ്ട് ഏകദേശം കണക്കാക്കിയ ഇനിയിപ്പോ രാക്ഷസന്മാരുടെ ആവശ്യമൊന്നുമില്ല നിശ്ചയിച്ച് ആ രാക്ഷസന്മാരണോ എന്താ അനക്കൊക്കെ ഉണ്ടല്ലോ എത്തിച്ച് അവിടെ കൊണ്ടുപോയിട്ട് അതെ അവിടെ കൊണ്ടുപോയിട്ടാക്കി കണ്ടാട്ടോ ചിലപ്പോ ആ നിലത്താണ്ട് പോയി വരുമ്പോ ബോധം വരും. ആദ്യം ആരാ പിടിച്ച് കെട്ടിയെന്ന് ചോദിച്ചു വന്നു. അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ വയ്ക്കാം. അപ്പൊ കൊണ്ടുപോയി വെക്കുമ്പോഴാണ് കൂടുതൽ അപകടം. ഏകദേശം സ്വാമിയുടെ അവിടെ എത്തിയാൽ അങ്ങോട്ട് തട്ടുക ഓടുക. ഇങ്ങനെ രാക്ഷസന്മാരെ എന്താ വേണ്ടതെന്ന് ആലോചിച്ച് അങ്ങനെ നിൽക്കുമ്പോ ഹനുമാൻ ഏകദേശം ഭാഗമായി എന്നാണ് മനസ്സിലാക്കിയപ്പോ ഒരു വിജൃംഭണ അങ്ങോട്ട് നടത്തി. പിന്നെന്താ ചങ്ങനയില്ല കയറുമില്ല ഒന്നുമില്ല ഒക്കെ അങ്ങോട്ട് തൊട്ടു. രാക്ഷസന്മാരൊക്കെ അങ്ങോട്ട് പേടിക്കുമ്പോഴേക്കും അവരുടെ മോളുന്ന ഒരു ചാട്ടം അങ്ങോട്ട് ചാടി രാവണ പുരോഭാഗത്തേക്ക് എത്തി. അതിനു മുമ്പ് തന്നെ രാവണനെ ദർശിച്ചുകൊണ്ടാണ് അങ്ങോട്ട് ചാടിപ്പോകണ്ടായത്. രാവണൻ 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 എന്ന് താൻ കേട്ടിട്ടേ ഉള്ളൂ. ഇതുവരെ രാവണനെ നേരിട്ട് ദർശിക്കാൻ ഭാഗ്യമുണ്ടായി എന്ന് മാത്രമല്ല കേട്ട് കേൾപ്പിച്ച് രാവണന്റെ പരാക്രമം അനേകം കേട്ടു. ആ പരാക്രമമൊക്കെ മനസ്സിൽ ആലോചിച്ചിട്ടാണ് രാവണനെ കാണാൻ പോകുന്നത്. അപ്പോ ആ മനസ്സിലുണ്ടായിരുന്ന ചിത്രത്തിന് യാതൊരു കുറവും ഉണ്ടായില്ല. അതിന് മുമ്പ് രാവണനെ അങ്ങനെ കണ്ടപ്പോ 10 തലയും 20 കയ്യുമായിട്ട് പിരികാക്കൊടികളൊക്കെ വളച്ച് ദേഷ്യത്തിന് ഉരുണ്ട് കണ്ണുകളൊക്കെ ഉരുട്ടി ചുമന്ന് കഴിച്ച് അങ്ങനെ നിൽക്കണ കണ്ടപ്പോ സ്വാമിയായിരിക്കുന്ന ലോകനായകനായിരിക്കുന്ന ഈശ്വരന് ഒരു ശത്രു ഉണ്ടെങ്കിൽ അത് ഇതുപോലെ വേണം. ആ ഭഗവാന് പ്രതിയോഗിയാവാൻ ഏറ്റവും യോഗ്യനായിരിക്കുന്ന ആളാണ് രാവണൻ. മഹാപരാക്രമശാലിയാണ് എന്ന് കണ്ടപ്പോ തന്നെ ഹനുമാന് മനസ്സിലായി. ഇരുത്തങ്ങനെ കണ്ടു. ആ കൈകളും ഭുജപരാക്രമവും ഏകദേശം അങ്ങനെ മനസ്സിലായിട്ട്
കേട്ടിട്ടുണ്ട്. രാവണൻ കൈലാസം പർവ്വതെടുത്ത് അമ്മാനാടിയിട്ടുണ്ട് എന്ന് താൻ കേട്ടിട്ടുണ്ട്. കേട്ടത് സത്യം തന്നെ എന്ന് ഉറപ്പിക്കാം. രാവണനെ കണ്ടാൽ ആ പരാക്രമാതിരേകം കാണാൻ ദർശിക്കാനുണ്ട്. കൈലാസ പർവ്വതെടുത്ത ആൾ തന്നെ അമ്മാനാടിയ ആള് പരമേശ്വരം പ്രസാദിച്ച് ആ ഹേമായിരിക്കുന്ന ചന്ദ്രഹാസം പള്ളി വിട്ട് കൊടുത്തിട്ടുള്ളത് രാവണനാണ്. ഇതൊക്കെ സത്യമാണ് എന്ന് മാത്രമല്ല, രാവണന്റെ അടുത്തേക്ക് അങ്ങനെ നോക്കിയപ്പോഴോ വേറൊരു കാര്യം കൂടി സത്യമാണ്. രാവണൻ അങ്ങനെ ഇരിക്കണമെങ്കില് രാവണന്റെ രണ്ട് ഭാഗത്തുമായിട്ട് സ്ത്രീകളാണ്. ഏത് സ്ത്രീകള്? സ്വർഗസ്ത്രീകള്. സ്വർഗത്തിങ്കലുള്ള അപ്സരസ്സുകള് രാവണന് രണ്ട് ഭാഗത്തും നിന്ന് ആ വെഞ്ചാമരം വീശുക. അവരിങ്ങനെ വെഞ്ചാമരം ഇങ്ങനെ വീശുമ്പോ അതിൽ നിന്നുണ്ടാകുന്ന ആ വായു കൊണ്ട് ഉത്തരിയൊക്കെ അങ്ങനെ ഇളകി വശമായിട്ടാണ് വളരെ ഭാഗമായിട്ടാണ് രാവണൻ ഇരിക്കുന്നത്. അപ്പോ സ്വർഗസ്ത്രീകളെ ഇവിടെ കണ്ടതുകൊണ്ട് രാവണൻ സ്വർഗം ജയിച്ചിട്ടുണ്ട്, ഇന്ദ്രനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല സ്വർഗസ്ത്രീകളെയൊക്കെ തലമുടി പിടിച്ചു വലിച്ച് തന്റെ രാജധാനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഞാൻ അത് സത്യമാണ് എന്ന് ഈ ഒരു കാഴ്ചയിലൂടെ തന്നെ തനിക്ക് ഉറപ്പായി. അപ്പോ രാവണനെ ആദ്യം ദർശിച്ചത് ഹനുമാനാണ്. അതുകൊണ്ടാണ് സ്വയം രാവണനും ഹനുമാനെ കണ്ടു എന്ന് പറഞ്ഞു. എന്നാൽ ഹനുമാനെ കണ്ടപ്പോ രാവണന് മനസ്സിൽ ആദ്യം തോന്നിയത് എന്താണെങ്കിൽ രാവണൻ ചിത്രീയമാനമായിരിക്കുന്ന ഹൃത്തോടു കൂടിയവനായിരുന്നു. രാവണന്റെ മനസ്സില് അത്ഭുതമാണ്. ഇങ്ങനൊരു വാനരും ഈ ലങ്കയിൽ വന്ന് ഇത്ര നാശനഷ്ടം ഉണ്ടാക്കിയിട്ട് എന്റെ പുരോഭാഗത്ത് അങ്ങനെ നിൽക്കണ ഈ കേമനെ ആ കേമൻ തന്നെ എന്നുള്ള ഭാവത്തില് മനസ്സിന് ഒരു ഉത്സാഹകരം എന്ന് മാത്രമല്ല അപ്പൊ തന്നെ വേറൊരു ചിന്തയും കൂടി മനസ്സിലേക്ക് വന്നു. നന്ദീശ്വര നന്ദീശ്വരൻ സ്വയം ഉപാഗതനായതാണോ എന്ന് മനസ്സിങ്കൽ ശ്രീപരമേശ്വരന്റെ ആ സമീപസ്ഥനായിരിക്കുന്ന നന്ദികേശ്വരൻ സ്വയം ഇവിടേക്ക് വന്നതാണോ എന്ന് രാവണന് ഈ ഒരു വാനരനെ കണ്ടപ്പോ നന്ദികേശ്വരൻ വന്നതാണോ എന്ന് രാവണന് തോന്നാൻ എന്താ കാര്യം? തനിക്ക് പണ്ടത്തെ ഒരു കാര്യം ഓർമ്മ കൈലാസശൈലത്തിന്റെ കൈലാസം പർവ്വതെടുത്ത അമ്മാനാടുക എന്ന് ഒരു പ്രയോഗം കളിയായിട്ട് ആ ശ്രീകൈലാസം പർവ്വതെടുത്ത അമ്മാനാടിയ കാര്യം രാവണൻ ദിഗ്വിജയം കഴിഞ്ഞ് സകല ആളുകളെയും ജയിച്ചതിന്റെ ശേഷം വൈശ്രവണനെ പരാജയപ്പെടുത്തി ലങ്കയിൽ നിന്ന് പറഞ്ഞയച്ച് പുഷ്പക വിമാനം സ്വന്താക്കിയതിന്റെ ശേഷം യാത്ര പുറപ്പെട്ട ഒരു ഭാഗത്ത് കൂടെ ഒരു വിമാനം വന്നപ്പോ പുഷ്പക വിമാനം അങ്ങനെ സഞ്ചരിച്ച് ഒരു ഭാഗത്ത് രാവണൻ എന്താ അവിടെ നിർത്തിയത്? അങ്ങോട്ട് പൂജ്യ എന്താ അത് ശ്രീകൈലാസം പർവ്വതത്തിന്റെ അവിടെയാണ് അധീനം സഞ്ചരിക്കാൻ പറ്റില്ല. അത് ഇപ്പോഴും അങ്ങനെയാട്ടോ, അങ്ങനെ ആകാശത്ത് അപ്പോ എന്താ കൈലാസം പർവ്വതം മാറാൻ പറയോ? മാറാൻ പറയൂ. വലിയ യാത്രകളൊക്കെ അങ്ങനെയായിരുന്നു. എന്തെങ്കിലും പ്രതിബന്ധം മുമ്പിലുണ്ടെങ്കിൽ അതൊക്കെ തകർത്തു മാറ്റി പോവുക എന്നുള്ള രീതിയാ. കൈലാസം പർവ്വതം മാറ്റി രാവണന് കാര്യം വേണ്ട പോലെ ആവില്ല എന്ന് കണ്ടപ്പോ പുറപ്പെട്ടു നോക്കി. ഈ കൈലാസത്ര കേമാറ്റാൽ ഞാൻ കാണിച്ചു കൊടുക്കാൻ എന്റെ പരാക്രമം. നേരെ അങ്ങോട്ട് ചെന്ന് ശ്രീകൈലാസം പർവ്വതം അവിടുന്ന് എടുത്ത് മാറ്റാൻ നിശ്ചയിച്ച് അതിന്റെ അടിയിൽ പോയി ഏകദേശം ആ ഭാഗത്ത് കുറച്ചതൊക്കെ കളഞ്ഞ് രണ്ട് കയ്യ് അങ്ങനെ ഇട്ടു.
രണ്ട് കൈയും കൂടി വ്യത്യാസമില്ല. എന്തിനധികം പറയണു? കുറച്ചാണ്ട് കഴിഞ്ഞപ്പോ 20 കയ്യും അങ്ങോട്ട് ഇറക്കി ആ കൈലാസം പർവ്വതം എടുക്കാൻ ശ്രമിച്ച് ഒന്ന് ആ കൈലാസ പർവ്വതം അവിടുന്ന് അങ്ങോട്ട് എടുത്തു. ആ എടുത്ത് ഇളക്കി ആ സമയത്ത് ശ്രീകൈലാസം പർവ്വതത്തിങ്കല് ലോകനായകനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീ പരമേശ്വരനും ജഗദംബികയായിരിക്കുന്ന സാക്ഷാൽ ശ്രീപാർവതി ദേവി അവിടെ ഇങ്ങനെ സ്വൈര്യായിട്ട് സ്ഥിതി ചെയ്യുന്ന സമയം രണ്ടാളും കൂടി ഭഗവാൻ ദേവിയെ തൻ്റെ ഒരു പ്രദേശത്തിങ്കലിരുത്തി മടിയിലിരുത്തി ഓരോരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അവിടെ അങ്ങനെ കഴിച്ചു കൂട്ടുന്ന സമയത്ത് കുറച്ച് നേരം അങ്ങനെ കഴിഞ്ഞപ്പോ ശിരസിൽ ഒരാളുണ്ട്. ഭഗവാന്റെ ശിരസില് ഗംഗാ ഭഗവതി. ഒരാളുണ്ടായാൽ തന്നെ കഴിച്ചു കൂട്ടാൻ നല്ല വൈഷമ്യം. അപ്പോഴാണ് രണ്ടാളായുള്ള അവസ്ഥയോ ഭഗവാന്റെ കാര്യം പറയാൻ. ദേവിയാണെങ്കിൽ ശ്രീപാർവതി ദേവി എപ്പോഴും ഭഗവാന്റെ മതി തന്നെ. അതങ്ങനെ കണ്ടപ്പോ പുറത്തങ്ങനെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഗംഗാ ഭഗവതിക്ക് എപ്പോഴും മടിയില്ല. എന്നെ അങ്ങനെ കൂട്ടാൻ പറ്റില്ല. ശിരസിലല്ലേ ഇരിക്കണത്. ജടയെന്ന് ഒന്ന് രണ്ട് കൂട്ടി എന്താ ഭർത്താവ് വേദന വേദനയോ ശിരസിലാണല്ലോ എന്താ അതൊന്നുമില്ല പാർവതി. അതോ കാര്യമായിട്ടൊന്നുമില്ല. വല്ലതും ഉണ്ടെങ്കിൽ എന്താണ് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞു ആദ്യം എന്താ ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് എന്താ പറയൂ എന്താ പറയൂ പറഞ്ഞ സത്യം പറയണ്ടേ? അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഭർത്താവ് നീരിന്റെ വൈഷമ്യാണോ? അപ്പൊ വിചാരിക്കൂ കട്ടാണോന്ന് ചോദിക്കുന്നത്. തലവേദനയ്ക്ക് കാര്യ തന്നെയാണ്. നീരന്യാണ്. ജലാണല്ലോ തലയിൽ ഗംഗ കെട്ടി വെച്ചിട്ടുണ്ട്. അതെ അതാണ് തോന്നുന്നു. അങ്ങനെ പോയാൽ കാര്യം അബദ്ധാവുന്നു. ആ ഗംഗയെ ഒന്ന് സമാധാനിപ്പിച്ച് പാകാക്കണം നിശ്ചയം. ഗംഗയെ സമാധാനിപ്പിക്കണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ പാർവതിയെ പറഞ്ഞയക്കാൻ എന്താ മാർഗം എന്നാലോചിക്കും. ഈ സ്വർഗസ്ത്രീകളെ സ്മരിക്കുക. കൈലാസശൈലപുരനാഗസി ശാപദായി നന്ദീശ്വര സ്വയംപാകദൈത്യമൂർത്താ. കൈലാസശൈലം എടുത്ത അമ്മാനാടിയ സമയത്ത് തനിക്ക് ശാപം തന്നിരിക്കുന്ന നന്ദികേശ്വരൻ ആദ്യം വന്നതാണോ എന്ന് തോന്നിയിരാവുന്നത്. അപ്പോ എങ്ങനെയാ തനിക്ക് ആ കൈലാസശൈലം എടുത്ത അമ്മാനാടിയപ്പോ നന്ദികേശ്വരന്റെ കയ്യിൽ നിന്ന് ശാപം കിട്ടിയെന്നാണ്. ദേവി ഒന്ന് പറഞ്ഞേക്കണം നിശ്ചയിച്ച ഭഗവാൻ സ്വർഗസ്ത്രീകളെ സ്മരിച്ചു. ഭഗവാനല്ലേ സ്മരിച്ചത്. അപ്പോ അതാ ഓരോന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വരണതൊക്കെ അപ്സരസുകളായിരിക്കും. എന്നുവെച്ചാൽ പ്രേമായിട്ടാണ്. ആ കൂട്ടത്തില് അപ്സരസുകൾ അവിടെ നിന്നൊക്കെ പാടെ കൂടി അതെ പരമേശ്വരൻ എന്നെ വിളിച്ചിട്ട് നന്ദി മാത്രമല്ല എന്നെ ഒക്കെ പാടെ കൂടി ശ്രീ പരമേശ്വരന്റെ സമീപത്തേക്ക് വിളിക്കാൻ